അത് ഒരു വിസ്പർ വാങ്ങിക്കാനാ. ആ കൊന്നുണ്ടെങ്കിൽ മാത്രമേ അടി ശരിയാവുള്ളൂ. അവിടെ അലമാറയില് കോട്ടന്റെ തുണികൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് കീറിയിട്ട്. ആഹാ, അത്രക്കായിട്ട് നീ എന്റെ പേരക്കുട്ടിന് തല മാത്രം വളർന്നോ? നിന്നെ ഞാന് ഈ പെണ്ണ് എണിച്ചിട്ടില്ലേ? ഇന്നെന്താ എത്ര നേരമായിട്ട് ഈ പെണ്ണ് എണിക്കാത്തത്? അടച്ചിട്ടില്ലേ? ഈ പെണ്ണ് എണിച്ചിട്ടില്ലേ? ഡി തസ്നി, ഡി തമ്പുരാട്ടിക്ക് ഉറക്കം മതിയെങ്കിലേ അവിടുന്ന് ഒന്ന് എണിക്കാവോ? എനിക്ക് വയ്യമ്മ, എനിക്ക് തീരെ വയ്യ. പീരിയഡ്സ് ആയിക്ക, നല്ല വയറുവേദനയും തലവേദനയും ഉണ്ടുമ്മ. അതിനിങ്ങനെ കടന്ന നിന്റെ വയറുവേദനയൊക്കെ മാറുവോ? ഓരോരോ അടവുകളെ ഇതിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് സുഖമായിട്ട് കടന്ന് ഉറങ്ങാലോ. പക്ഷെ എന്താ അവളുടെ അത് ഞാൻ ഉറങ്ങുമെന്നല്ലമ്മ, ഞാൻ വേദന സഹിക്കാണ്ട് കുറച്ചേരം കടന്നതാ. ഇങ്ങനെ കടക്കുമ്പോ വയറുവേദനക്ക് കുറച്ച് ആശ്വാസം ഉണ്ട്. അവളുടെ ഒരു വയറുവേദന ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്ത പോലെയാ. പെണ്ണുങ്ങളായ എങ്ങനെ തന്നെയാടി വേദനയും വരുത്തുമൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കണം. അതിനെങ്ങനെയാ ഇപ്പത്തെ പെണ്ണുങ്ങൾക്കും ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ കാലത്തെ ഞങ്ങള് 1-1.5-2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് വെള്ളം എടുത്തിട്ട് വരിക, കുടിക്കാനുള്ള വെള്ളം, അതും ഇങ്ങനെയുള്ള സമയത്തൊക്കെ. അപ്പൊ ഞങ്ങളുടെയൊക്കെ എന്താ പറയേണ്ടത്? അങ്ങനെ വേണം പെണ്ണുങ്ങള്. അല്ലാണ്ട് നിങ്ങളെ പോലെ ഏതെങ്കിലും ഒരു വേദന പോകുമ്പോഴത്തേനും ഇതന്നെ താപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുതച്ചും മൂടി കടന്ന് ഉറങ്ങല്ലേ വേണ്ടത്. പെണ്ണാണല്ലോ. ഡീ മതി കടന്നതൊക്കെ, എനിക്ക് അടുക്കളയിൽ പോവാൻ നോക്ക്. ഹലോ, എന്താടി മാൻ എത്ര നേരം വിളിച്ചില്ല? അല്ലോ, അതെ. മരുമൻ വരുവോ? അതെ. എന്നാ ശരി, നീ വേഗം വായോ. ഡി ഫർസാന വരുന്നുത്ര. ആന്നല്ല, അവർക്ക് തിന്നാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കണം. ചോറ് വെച്ചിട്ടുണ്ടല്ലോ അമ്മ, പിന്നെ ഇന്നലത്തെ രസവും ഉണ്ട്, ഫ്രിഡ്ജിൽ മുട്ടയുണ്ട്, മുട്ടയും വറക്ക. മുറ്റിയും വെക്കെ അവളുടെ ഒരു മുട്ട വറുത്തതും ഉണക്ക രസവും അത് നീ തന്നെ ഇരുന്ന് തിന്നോ. നീ മീൻ വന്നാൽ കുറച്ച് മീൻ വാങ്ങിക്കി, അത് കൂട്ടാനും വെക്കി വറക്കുകയും ചെയ്യ്. പിന്നെ ഫ്രിഡ്ജില് വല്ല പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് ഉപ്പേരിയും വെക്കി. ഫ്രിഡ്ജില് മോരില്ലേ, കുറച്ച് മോരും കൂടി കാച്ചി വെച്ചോ. പെണ്ണിനും മോര് വെച്ചത് നല്ല ഇഷ്ടമാണ്. എന്നാ വേഗം ആവട്ടെ. ഉമ്മ, എനിക്ക് വയ്യതൊന്നും ഉണ്ടാക്കാനും. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ എനിക്ക് വയറുവേദനയാണെന്ന്. എനിക്ക് വയറുവേദനിച്ചിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ വെച്ചപ്പോ അതിന് നിങ്ങൾ സമ്മതിച്ചില്ല. അത് നന്നായി. നീ അങ്ങോട്ട് തോന്നും പോലെ ഇറങ്ങിപ്പോയ പിന്നെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആരാടി നോക്കുക? എന്റെ മനെ നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടെന്നാക്കണതേ എന്റെ മാറ്റി പിന്നെ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനാ. അല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ, ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? നീ കൂടുതൽ കിടന്ന് ചിലക്കാണ്ടേ പണികൾ വേഗം ചെയ്യാൻ നോക്ക്. എന്നിട്ട് ഈ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇട്. നിനക്ക് അവളുടെ സ്വഭാവം അറിയാലോ, അവൾക്ക് വീടൊക്കെ നല്ല വൃത്തിയായിരിക്കണം. ഇല്ലെങ്കിൽ അവളുടെ വായിലിരിക്കണതും നീ കേൾക്കേണ്ടി വരും. എനിക്ക് വയറും വേണിച്ചിട്ട് തൊയിരൂല്ല. ഉമ്മമാന്റെ കുട്ടി വെയിൽ കൊണ്ട് കരിഞ്ഞു. അത് പാടി ഉമ്മമാന്റെ അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞിട്ട് നേരത്തെ വരാഞ്ഞ്. ഇപ്പൊ ഒരു വെയിലത്താണ് ഈ കുട്ടീനെ കൊണ്ട് വരുന്നത്. അതിന് ബസ് കിട്ടണ്ടമ്മ. ഞാൻ സ്റ്റാൻഡിലെത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു ബസ് പോയി, പിന്നെ 3/4 മണിക്കൂർ അവിടെ ഇരുന്നു. തേങ്ങ. നോക്ക്, കുട്ടി അങ്ങനെ വേർത്ത് ഒലിക്കണു. വാ ഉള്ളിക്ക് വാ, ഉമ്മമാന്റെ കുട്ടിക്ക് ഉമ്മ വെള്ളം കലക്കി തരാട്ടാ. അവളെവിടെ അമ്മ? എന്താ നാത്തും ഇവിടെ ഇല്ലേ? അവിടെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ അവളെവിടേക്കാ പോണത്? അവൾക്ക് എന്താ വയറുവേദനയാ എന്തൊക്കെയാ അത്ര അവിടെ കിടക്കുന്നുണ്ട് മഹാറാണി. അപ്പോൾ കൂടെ സുഖവാസമാണ് അല്ലേ? എല്ലാം ഉമ്മാന്റെ പിടിപ്പെടുകൊണ്ടാ. ഉമ്മ പോരാത്തോണ്ട് തന്നെ അവൾ ഇങ്ങനെ സുഖമായിട്ട് കിടക്കണത്. അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ മരുമക്കൾ കടന്നുറങ്ങോ? അതിന് ഏതെങ്കിലും അമ്മായിമ്മമാര് സമ്മതിക്കോ? അതും പകല്. മരുമക്കള് റെസ്റ്റ് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പണി ഇങ്ങനെ ചെയ്യിപ്പിച്ചോണ്ടേ ഇരിക്കും. ഇനിയിപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, അവളുടെ ഉറപ്പും സുഖവാസവും ഒക്കെ ഞാൻ ശരിയാക്കി കൊടുക്കാം. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. നീ ഇപ്പൊ ഈ വെള്ളം കുടിക്കി.
ആ ഉമ്മമാന്റെ കുട്ടിക്ക് വെള്ളം തന്നില്ലല്ലോ. അതൊക്കെ ഉമ്മമാന്റെ കുട്ടി കുട്ടി അങ്ങനെ കേട് വന്നാക്കണു. അതിന്റെ നിറമൊക്കെ പോയാക്കണു. 3 വയസ്സാവാറായില്ലടി കുട്ടിക്ക്. ആ ഏപ്രിൽ വന്നാവും. ആ ഇനിയിപ്പോ തടിയൊന്നും വെക്കില്ല, നീളം ചാടേനെ ഉള്ളൂ. കുച്ച് മൊത്തം കുച്ച്. നല്ല ദാഹം ഉണ്ട് കേട്ടാ. എന്തൊക്കെ ഒരു മേക്കപ്പ് സാധനങ്ങളാ പെണ്ണിന്. വയറ് വേദനിച്ചിട്ട് വയ്യ. ഇപ്പഴവിടെ പോയി? ഞാനിപ്പോട്ടെ ഇല്ല വെച്ച്. ഇപ്പൊ അവിടെ പോയി? കളിച്ചോട്ടെ, അമ്മമാന്റെ കുട്ടി കളിച്ചോ. ഇതാ കാറ് ഇതൊക്കെ പൊട്ടിയാക്കണു. ഉമ്മ കളിച്ചോ. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എവിടേക്ക്? കടയ്ക്ക്. കടയ്ക്കോ? എന്തിന്? അത് ഒരു വിസ്പർ വാങ്ങിക്കാനാ. അപ്പൊ ഇങ്ങനത്തെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നേരത്തെ മേടിച്ച് വെക്കണം. എന്റെ അടുത്ത് ഉണ്ടായിരുന്ന തന്നെ, ഞാനത് വെച്ചവിടെ ഇപ്പൊ കാണില്ല. കാണാല്ലെങ്കിൽ വേണ്ട, നീ ഇപ്പൊ എവിടേക്കും പോണ്ട. നിനക്ക് ആ കൊന്നുണ്ടെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അവിടെ അലമാറയില് കോട്ടന്റെ തുണികൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് കീറിയിട്ട് വെച്ചാ മതി. നീ എന്തിനാണ് ചിരിക്കുന്നത്? അതെ, അവന്റെ റൂമിൽ ഞാനെടുത്ത് മാറ്റിയത്. അപ്പൊ നീ പണി തുടങ്ങി. അതെന്തായാലും നന്നായി മോനെ. കളിച്ചോ. ഇതാ ഫോൺ അടിക്കണ്ടല്ലോ. അയ്യോ അമ്മായിന്റെ ഫോണ് താടി ഉണ്ണി. ഫോണ് പൊട്ടുടി. അമ്മായിന്റെ സത്തല്ലേ. ഇപ്പൊ തരാട്ടാ. അമ്മായി ഫോൺ വിളിച്ചിട്ട് കുട്ടിക്ക് വേഗം തരാ. എന്താണ്? എന്തിനാ നീ കരയണത്? എന്തിനാ ഉമ്മാന്റെ സ്വത്ത് കരയണത്? അമ്മായി തല്ലിയോ? ഡി എന്തിനാണ് നീ എന്റെ കുട്ടീനെ തല്ലിയത്? ഞാൻ തല്ലിയിട്ടൊന്നുമില്ല. നീ തല്ലാണ്ട് എന്റെ കുട്ടി കരയില്ല. നിന്റെ റൂമിക്ക് കയറിയായിരിക്കും അല്ലേ നീ എന്റെ കുട്ടീനെ തല്ലിയത്? നിനക്കെന്താ ഫർസാന, പ്രാന്തായോ? എന്റെ ഫോൺ അവന്റെ കയ്യിലായിരുന്നു. അതിക്കൊരു കോള് വന്നപ്പോ ഞാനത് അവന്റെ മേടിച്ചു. അതിനാണ് അവൻ കരഞ്ഞത്. നീ നുണയൊന്നും പറയണ്ട. എനിക്കറിയാം നീ എന്റെ കുട്ടീനെ തല്ലി. നീ തല്ലുന്ന ശബ്ദം ഞാൻ അടുക്കളയ്ക്ക് വരെ കേട്ടു. എന്താ ഒരു കഷ്ടം. എന്താണ് ഉണ്ണിയെ, എന്തിനാണ് ചെക്കൻ കരഞ്ഞത്? നിങ്ങളുടെ മരുമകളുടെ അടുത്ത് തന്നെ ചോദിക്കേ. കുട്ടി എന്തിനാടി കരഞ്ഞ്? പറയില്ല, അവൾ ഒന്നും പറയില്ല. അവളുടെ ഫോണൊന്നും എടുത്തേനെ എന്റെ കുട്ടീനെ അവൾ തല്ലിയമ്മ. ആഹാ, അത്രക്കായിട്ട് നീ എന്റെ പേരക്കുട്ടീനെ തല മാത്രം വളർന്നോ? നിന്നെ ഞാന് ഒരു ഈർക്കല് കൊണ്ട് പോലും ഞങ്ങൾ അതിനെ തല്ലിയിട്ടില്ല. അപ്പോഴും അവളുടെ ഒരു ഫോണും തേങ്ങാക്കൊലയൊക്കെ ആയിട്ട്. വാ അമ്മമാന്റെ കുട്ടി, വാ അമ്മമ്മ എടുക്കാം. പോക്കോ അമ്മമ്മത്തിക്ക് പോക്കോ. പോട്ടെ മമ്മ, ഐസ്ക്രീം മേടിച്ചേരാട്ടാ. കരയില്ല. പോട്ടെ. എന്തിനും അമ്മാന്റെ കുട്ടി കരഞ്ഞത്? അമ്മായി തല്ലിയാ? ഇല്ലേ, പിന്നെന്തിനാ കരഞ്ഞ്?
അപ്പൊ കഞ്ഞോ? ഓ അത് പോട്ടേട്ടാ, കുഴപ്പമില്ലാട്ടാ. എന്തായാലും അവൾക്കൊരടിഞ്ഞ് ഓങ്ങി വെച്ചതാ. ഇത് എന്തൊരു കോലും അമ്മ, ഇതൊരു അടുക്കളയാണ്. വൃത്തിയുമില്ല വെടുപ്പുമില്ല. ഞാൻ പോയതോടെ വീടിന്റെ വൃത്തിയെ പോയി. കടക്കട കോലം നോക്ക്, മൊത്തം ഈച്ചയും. ഓ ഇതെന്താ ഇത് സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ടപ്പി തന്നെ ഇല്ല ഇത്. ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെച്ചൂടെ? നോക്ക് അങ്ങനെ കരിയും പൊടിയോ ഒഴുക്കുമായിട്ട്. അതിനെങ്ങനെയാ ഇവിടെയുള്ള പൊരുത്തിക്ക് ഇതിനൊക്കെ എവിടെ ഒഴിവ്? അവൾക്ക് നേരം അവളുടെ ഗജനാവ് നിറയ്ക്കാനേ സമയം കിട്ടുന്നില്ല. പിന്നെ 24 മണിക്കൂർ കടത്തും. അവൾക്ക് കടക്കാൻ പിന്നെ എന്തെങ്കിലും ചെറിയ കാരണം മതിയല്ലോ. പിന്നെ 4 ദിവസം കഴിഞ്ഞാലേ കടക്കപ്പായെന്ന് വിളിക്കുള്ളൂ. അപ്പത്തിന് വീണ്ടും വയ്യായ്ക വരും. ആ പെണ്ണിന് വയറുവേദന, തലവേദന, നടുവേദന, ഇടുപ്പ് വേദന, അവിടെ വേദന, ഇവിടെ വേദന, ഇതൊക്കെ തന്നെ എപ്പോഴും. ഒരു ചോരയും ചോടിയില്ലാത്തൊരു ഓർക്കം തൂങ്ങിപ്പോണ്. കഷ്ടം. അതിലും ഇക്ക് പ്രാവശ്യം വന്നിട്ട് 4 മാസം നിന്നില്ല ഇവിടെ. 4.5 മാസം നിന്നു. ഓ എന്നിട്ട് അവൾക്കൊന്നും ആയില്ലമ്മ? അതോ ഇനിയിപ്പം അവര് തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ? ചിലപ്പോൾ ഉള്ള വേണ്ടായിരിക്കും. ആർക്കറിയാ, ആ പെണ്ണിനെ ആവാണ്ടായിരിക്കും. അതല്ല ആ പെണ്ണിനും നിന്റെ കുട്ടീനെ കാണുമ്പോ ഇത്ര ചൊറിച്ചല്. അസൂയ അവൾക്ക്, നിന്നോട് ഭയങ്കര അസൂയ.